ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഇത് ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് പഠിക്കുക. ഒന്നെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ തിയറി എന്താണ്, അല്ലെങ്കിൽ ഒരു നോട്ട് എഴുതുക, റൈറ്റ് എ നോട്ട് ഓൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ചോദിക്കാം. രണ്ട് രീതിയിലാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദിച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സമയമില്ല, നമുക്ക് ഇനി എക്സാം അടുത്തടുത്ത് വരിക. അതുകൊണ്ട് എല്ലാവരും ഉഷാറായിട്ട് പഠിച്ച് തുടങ്ങിക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ഫസ്റ്റ് അതിൻ്റെ തിയറി പോർഷനാണ് ഞാൻ പറയുന്നത്. ദി ഇക്വേഷൻ ഓഫ് ദി ഫോം ax² + bx + c = 0. ഇങ്ങനത്തുള്ള ഫോമിലുള്ള ഇക്വേഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ax² + bx + c, അതായത് എക്സിൻ്റെ മാക്സിമം പവർ 2 ആയിരിക്കും. ഇതിനെ അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നും നമ്മൾ പറയാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പോയിൻ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ എഴുതാൻ പറ്റുന്നത്. എന്തുവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് ഇതിനെ നമുക്ക് പറയാൻ പറ്റും. ദെൻ അപ്പോൾ അതിനകത്ത് വെയർ a, b, c ആർ കോൺസ്റ്റൻസ്. എയും ബിയും സിയും എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി എ ഒരിക്കലും 0 ആവാനും പാടില്ല. കാരണം x² കോഎഫിഷ്യൻ്റ് എപ്പോഴും വേണം. x² ഉണ്ടെങ്കിലല്ലേ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകത്തുള്ളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് രണ്ടെണ്ണം തന്നിരിക്കുന്നത്. 3x² + 4x + 5 = 0, 2x² - 32 = 0. അപ്പോൾ എന്താണ്ട് രണ്ട് രീതിയിലുള്ള ഇക്വേഷനാണല്ലേ തന്നേക്കുന്നത്. ഒരെണ്ണത്തിനകത്ത് 3 x² എക്സും ഒരു കോൺസ്റ്റൻറ്റും ഉള്ളതും, രണ്ടാമത്തത് ഒരു x² ആളും പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് മാത്രം ഉള്ളതും. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷനും, രണ്ട് ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനും. അപ്പോൾ എളുപ്പമാണ്, ഈസി ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ നോക്കിക്കേ, പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എന്താണ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ഇതാണല്ലേ നമ്മുടെ ജനറലായിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം. ഇതിനകത്ത് b 0 ആകുക. b 0 ആകുക എന്ന് പറയുമ്പോൾ ഈ ടേമേ ഇല്ല. b 0 ആകുക, അങ്ങനത്തുള്ള ഫോം. b 0 ആകുമ്പോഴത്തേന് ഇക്വേഷൻ എങ്ങനെ മാറും? ax² + c = 0 എന്ന് വരും. ഇങ്ങനത്തുള്ള ഫോമിലുള്ള ഇക്വേഷനെയാണ് നമ്മൾ പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് നമ്മളിപ്പം പഠിച്ചത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു. ax² + bx + c = 0. ഈ ഫോമിൽ വരുന്ന ഇക്വേഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷനും ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനും. പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ax + bx + c = 0യിൽ b 0 ആകുന്നു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ax² + c = 0 എന്ന് വരും. ഇതിനെയാണ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റാണേ. ഇനി നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിനകത്ത് എക്സിനെ മാത്രം കണ്ടുപിടിക്കാം. നമുക്ക് പറഞ്ഞതിൻ്റെ തൊട്ട് എക്സ് മാത്രം ഉണ്ട്. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. ഇതിനകത്ത് നമുക്ക് എക്സിനെ മാത്രം മതിയെങ്കിൽ ബാക്കിയുള്ളവരെ നമുക്ക് ഇതിനകത്തുനിന്ന് പുറത്താക്കണം. പുറത്താക്കുമെന്ന് പറഞ്ഞാൽ ഈക്വൽ സൈൻ അപ്പുറത്ത് കൊണ്ടുപോകണം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 5x² - 125 = 0. ഇതിനകത്തുനിന്ന് നമ്മൾ എക്സിനെ മാത്രം എടുക്കണം. അപ്പം എന്താണ്, ഞാൻ സൈഡ് ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ? ഈ പ്ലസ് സൈൻ ഉള്ളത് ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. മൈനസ് സൈൻ ഉള്ള സാധനം ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. ഇൻറ്റുവിൽ കിടക്കുന്നതാണ്, മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നതാണെങ്കിൽ അത് ഡിവൈഡ് ആവും. ഡിവൈഡ് ചെയ്ത് കിടക്കുന്നതാണെങ്കിൽ അത് മൾട്ടിപ്ലൈഡ് ആയിട്ട് മാറും. പിന്നെ സ്ക്വയർ ആണെങ്കിൽ അത് സ്ക്വയർ റൂട്ടായിട്ട് മാറും. ഇത് ഒന്ന് ശ്രദ്ധിച്ചോ, നമുക്ക് ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പം ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ആദ്യമേ നമുക്ക് ഇവനെ അങ്ങോട്ട് എടുത്ത് കളയാം. 125 - 125 ഈക്വൽ സൈനിന് അപ്പുറം പോകുമ്പം എന്തായിട്ട് മാറും? +125. അത് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് 125 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ ഇവനെ എടുത്ത് അപ്പുറത്തോട്ട് കളയുമ്പോഴത്തേന് 5x² = 125 എന്ന് കിട്ടും. ഇനി ഇതിനകത്തുനിന്ന് വേറെ നമ്മുടെ എക്സിൻ്റെ കൂടെ കിടക്കുന്ന ഒരാളാണ് ഈ 5 അല്ലേ. ഈ 5നെ ഇവിടുന്ന് മാറ്റണം. ഇവിടെ 5x², ഇവിടെ അവരെന്ത് ചെയ്തേക്കുക? മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അപ്പം മൾട്ടിപ്ലൈ ചെയ്തത് ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും, ഡിവൈഡായിട്ട് മാറും അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 125 ÷ 5 എന്ന് വരും. ഓക്കെ, സെറ്റാണോ? ഇനി
125 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 25 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 25 എന്ന് കിട്ടി. സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറും? റൂട്ടായിട്ട് മാറും. അപ്പോൾ എങ്ങനെ വരും? എക്സ് ഈക്വൽ ടു √25. √25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. ഓക്കെ, ഇത് അറിയത്തില്ലെങ്കിൽ കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഡെഫിനിഷൻ, പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചു, അത് സോൾവ് ചെയ്യുന്നതും പഠിച്ചു. ഓക്കെ, ഇനി പ്രാക്ടീസ് ചെയ്യാനായിട്ട് 2-3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തതാണ് രണ്ടാമത്തെ ടൈപ്പ്, ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എളുപ്പമാണ്. നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ കൂട്ട് തന്നെ ax² + bx + c = 0 ഈ ഫോമിലുള്ളതിനെയാണ് ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ജനറൽ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നമുക്ക് 3 മാർഗ്ഗങ്ങളാണുള്ളത്. ബൈ ഫാക്ടറൈസേഷൻ, ബൈ കംപ്ലീറ്റിംഗ് സ്ക്വയർ, ബൈ ക്വാഡ്രാറ്റിക് ഫോർമുല. അപ്പം ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് സോൾവ് ചെയ്യാനാണ്. അതാകുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട, അത് ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ചെയ്യുന്ന കണക്കെല്ലാം ബൈ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടം വരെ ഞാൻ ഈ വരയിട്ടില്ലേ, ഇവിടം വരെ എഴുതി കഴിയുമ്പോൾ 2 മാർക്കിനുള്ള കണ്ടൻറ്റ് നമുക്ക് ആകും. അങ്ങനെ നമുക്ക് 2 മാർക്കിന് ക്വസ്റ്റിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നോക്കിക്കോ, എങ്ങനെയാണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എക്സ് ഈക്വൽ ടു -b ± √b² - 4ac/2a. ഇത് നമ്മൾ കുഞ്ഞുനാളിലൊക്കെ 9-ലൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള സാധനം, 8-ലും 9-ലൊക്കെ പഠിച്ചിട്ടുള്ള സാധനം. ഇപ്പം ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുത്തോ. എന്താണ് എക്സ് ഈക്വൽ ടു -b ± √b² - 4ac/2a. കാണാതെ പഠിച്ചു വെച്ചോ, വേറെ ഒരു മാർഗ്ഗമില്ല. ഓക്കെ, അപ്പോൾ എന്താണ് എ, എന്താണ് ബി, എന്താണ് സി, അത് നമുക്ക് ഇനി എന്താണെന്ന് നോക്കാം. ax² + bx + c = 0. ഇതിൽ x² കോഎഫിഷ്യൻറ്റിനെയാണ് എ എന്ന് പറയുന്നത്. x² കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ എക്സിൻ്റെയൊക്കെ കൂടെ കിടക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ x² കോഎഫിഷ്യൻറ്റിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ, എക്സിൻ്റെ കൂടെയുള്ള ആളിനെ ബി എന്ന് പറയും, കോൺസ്റ്റൻറ്റിനെ സി എന്ന് പറയും. അപ്പോൾ എന്താ നമ്മൾ ഫോർമുല പഠിച്ചു. എക്സ് ഈസിക്കൽ ടു -b ± √b² - 4ac/2a. ഇതിനകത്ത് എ എന്ന് പറഞ്ഞാൽ x² കോഎഫിഷ്യൻറ്റ്, ബി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്. കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെയൊക്കെ വേരിയബിൾസിൻ്റെ കൂടെ കിടക്കുന്ന കോൺസ്റ്റൻറ്റിനെയാണ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും സെറ്റാണേ. ഇനി നമുക്ക് നോക്കാം, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ ആദ്യമേ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം നമുക്ക് ആരെയൊക്കെ വേണം? എ വേണം, ബി വേണം, സി വേണം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ആരാണ്? x² കോഎഫിഷ്യൻറ്റ്. ഇവിടെ x² കൂടെ ആരുമില്ലെങ്കിൽ അതിനർത്ഥം അതിൻ്റെ കൂടെ ആരുണ്ട്? 1 ഉണ്ട്. അപ്പോൾ x² കോഎഫിഷ്യൻറ്റ്, അതായത് എ എന്ന് പറഞ്ഞാൽ ആരാണ്? 1 ആണ്. ഇനി ബിയുടെ കോഎഫിഷ്യൻറ്റ്, ബി എന്താണ്? കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ആണല്ലേ. ഇവിടെ എക്സിൻ്റെ കൂടെ കിടക്കുന്ന ആരാണ്? -6. നമ്മൾ മുമ്പിൽ കിടക്കുന്ന സൈനും കൂടെ ചേർത്ത് വേണം എടുക്കാൻ. -6 എന്ന് വരും. ഇനി അടുത്ത സി എന്ന് പറഞ്ഞാൽ ആരാണ്? തന്നെ കിടക്കുന്ന കോൺസ്റ്റൻറ്റ്. ഓക്കെ, മനസ്സിലായോ? എയും ബിയും സി എടുത്തത് മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ആയിരിക്കും കാൽക്കുലേഷനിലായിരിക്കും മിക്കവാറും എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. അപ്പോൾ നോക്കിക്കോ, ഞാൻ എൻ്റെ മാക്സിമം പറഞ്ഞുതരാൻ ശ്രമിക്കാം. -b എന്ന് പറയുമ്പോൾ നമ്മുടെ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ -6 ആണ്. അപ്പോൾ ഒരു മൈനസും കൂടെ എക്സ്ട്രാ വരും. മൈനസ് പിന്നെ ബി ആരാണ്? -6 ± റൂട്ട് b² എന്ന് പറഞ്ഞാൽ ആരാണ്? -6ൻ്റെ സ്ക്വയർ മൈനസ് 4ac, 4 × a ഇവിടെ 1 ഇൻറ്റു സി എത്രയാണ്? 8 ബൈ 2a, 2 × 1. ഓക്കെ, സെറ്റായോ? ഇത്രയും മനസ്സിലായോ? ഇനിയുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മുടെ കുറച്ച് സൈനിൻ്റെ കളികളാണ്. സൈൻ നോക്കിക്കേ, ഇവിടെ കണ്ടോ?
മൈനസ് ഓഫ് -6 ഇങ്ങനെ വരുവാണെങ്കിൽ ഈ മൈനസും മൈനസും കൂടി ചേർന്ന് പ്ലസ് ആയിട്ടങ്ങ് മാറും. അപ്പോൾ അതെന്തായിട്ട് മാറും? +6 ആയിട്ട് മാറും. ഓക്കെ, 2 മൈനസ് അടുത്ത് വരുവാണെങ്കിൽ അത് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ അത് +6 ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ എഴുതി കറക്റ്റായിട്ട് +6 എന്ന് എഴുതി. റൂട്ട് ഓഫ് -6ൻ്റെ സ്ക്വയർ, -6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -6 ഇൻറ്റു -6. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പം നമുക്കൊരു പോസിറ്റീവ് നമ്പർ അല്ലേ കിട്ടുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടും? 36 എന്ന് കിട്ടും. +36 എന്ന് കിട്ടും. ഓക്കെ, സെറ്റാണേ. അപ്പം നമ്മളിവിടെ 36 എന്ന് എഴുതി. 4 × 8 32. റൂട്ട് ഓഫ് 36 - 32. ഇനി ഈ റൂട്ടിനകത്തുള്ളത് കുറയ്ക്കണം. 36 - 32 ആകുമ്പോഴത്തേന് 4, അപ്പോൾ √4 എന്ന് കിട്ടും. /2. ഇനി √4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √4 എന്ന് പറഞ്ഞാൽ 2. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി, ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്നല്ലേ കിടക്കുന്നത്, ഇതിനെ നമ്മൾ രണ്ടായിട്ടങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് 6 + 2/2 എന്നും 6 - 2/2 എന്നും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പം എന്നിട്ട് നമ്മൾ എഴുതാവും. അപ്പോൾ 2 വാല്യൂ വരും എക്സിന്. അപ്പോൾ x = 6 + 2 8/2 ഓർ x = 4/2. 6 - 2 4 4/2. അപ്പോൾ x = 4 എന്നും x = 2 എന്നും 2 വാല്യൂ കിട്ടി. ഓക്കെ, സെറ്റാണോ? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനും കൂടെ നോക്കാം. അപ്പോഴത്തേനും കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അടുത്ത പേജ് നോക്കാം. ഇതവിടെ കിടക്കട്ടെ. ഇനി ഇവിടെ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മുടെ അടുത്ത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സോൾവ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. സോൾവ് എന്ന് പറഞ്ഞിട്ട് 4x² - 12x + 9 ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. =0 ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ കണ്ടാൽ തിരിച്ചറിയണം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ എഴുതിയ റൂട്ട് A ആരാണ്, B ആരാണ്, C ആരാന്ന് എഴുതി. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി പഠിച്ചുകൊണ്ട് A ആരാ B ആരാന്നൊന്നും എഴുതിയില്ല, ഡയറക്റ്റ് അങ്ങ് എഴുതിയതേ ഉള്ളൂ. അപ്പം പറഞ്ഞ് A ആരാണ്? x² കോഎഫിഷ്യൻറ്റ്, x² കൂടെ കിടക്കുന്ന ആൾ 4. B ആരാണ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, എക്സിൻ്റെ കൂടെ കിടക്കുന്നത് -12. C ആരാണ്? കോൺസ്റ്റൻറ്റ്, വെറുതെ കിടക്കുന്ന ആൾ 9. A ആയി, B ആയി, C ആയി. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മുടെ ഫോർമുല ഇട്ട് കൊടുക്കുക. -b + ഓർ മൈനസ് √b² - 4ac/2a. അപ്പം ഞാനിത് കുറേ പ്രാവശ്യം പറയുന്നത് കേട്ട് പഠിക്കാനാണ്. കേട്ടും പറഞ്ഞു എഴുതി ഒക്കെ പഠിച്ചോണം. ഓക്കെ, -b + ഓർ മൈനസ് √b² - 4ac/2a. -b നേരത്തെ നമ്മുടെ കൂട്ടൊരു പ്രശ്നമുണ്ട്. മൈനസ് ഓഫ്, ഇവിടെ b ആരാണ്? -12 ആണല്ലേ. -12 + ഓർ മൈനസ് √b² -12ൻ്റെ സ്ക്വയർ -4 × 4ac 4 × 4 × 9. ഓക്കെ, മനസ്സിലായ? അപ്പം നേരത്തെ റൂട്ട് തന്നെ വരും. നേരത്തെ റൂട്ട് മൈനസും കൂടി ചേർന്ന് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അത് ശ്രദ്ധിക്കണേ. ഇവിടുത്തെ മൈനസും കൂടി ചേർന്ന് എന്തായിട്ട് മാറും? +12 ആയിട്ട് മാറും. പ്ലസ് ഓർ മൈനസ് √12ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ -12 × -12, അതായത് 144. ദെൻ 144 - 4 × 4 × 9, പിന്നെ 144. അപ്പം 144 - 144 അപ്പോൾ എന്തായിട്ട് വരും? 0 ആയിട്ട് വരും അല്ലേ. /2 × 4. അപ്പം 12 + ഓർ മൈനസ് 0/8 എന്ന് വരും. അപ്പോൾ ഇതിന് ഒറ്റ വാല്യൂ ഉള്ളൂ 3/2, അതായത് 12/8. 12/8നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തതാണ് 3/2. 12/8 എന്ന് എഴുതിയാലും മതി, കറക്റ്റാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പഠിച്ചില്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇതൊരു 1 വേ കമ്മ്യൂണിക്കേഷൻ ആണല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയാൻ നിങ്ങൾക്കൊരു കമൻറ്റ് സെക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിങ്ങളുടെ ആൻസർ എഴുതിയിടുക, ആൻസർ ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ട് കറക്റ്റ് കിട്ടുന്നോ എന്ന് എനിക്ക് അറിയുമ്പോഴല്ലേ എനിക്കൊരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ വന്ന രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2q² - 85 സോൾവ് 2q² - 85q +
200 = 0. അപ്പം നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ, പക്ഷേ എക്സിന് പകരം നമ്മൾ ക്യൂ എന്ന് എഴുതണം. ക്യൂ = -b. ഇക്വേഷൻ എഴുതണം, ഞാനിവിടെ ഇക്വേഷൻ എഴുതിയില്ല. ആദ്യമേ നമ്മൾ എഴുതണം ക്യൂ = -b ± √b² - 4ac/2a. ഇക്വേഷൻ എഴുതണം, ഉറപ്പായിട്ട് എഴുതണം. ഇക്വേഷൻ എഴുതുന്നതിന് മാർക്കുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാലും ആ ഇക്വേഷൻ്റെ മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഇക്വേഷൻ എഴുതാൻ ആരും മറക്കരുത്. ഓക്കെ, ദെൻ അപ്പം നേരത്തെ എൻ്റെ കൂട്ടാൻ ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ആരാണ്? എ എന്ന് പറഞ്ഞാൽ 2, ബി എന്ന് പറഞ്ഞാൽ നിൽക്കേ ഒരു മിനിറ്റ് നല്ലതായിട്ട് എഴുതട്ടെ. എ എന്ന് പറഞ്ഞാൽ 2, ബി എന്ന് പറഞ്ഞാൽ ആരാണ്? -85, സി എന്ന് പറഞ്ഞാൽ 200. അത് നേരത്തെ എൻ്റെ കൂട്ട് തന്നെ -85. അപ്പോൾ ആ മൈനസും കൂടെ അടുത്ത് വന്നിട്ട് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ +85 ± -85ൻ്റെ സ്ക്വയർ. -85ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, 7225. അത് നേരത്തെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. -4ac. 4ac എന്ന് പറയുമ്പോൾ 4 × 2 × 200. ദെൻ ബൈ 2a, 2 × 2. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ തൊട്ട് തന്നെ 85ൻ്റെ സ്ക്വയർ 7225 - 1600. അപ്പം നമുക്ക് റൂട്ട് എന്തോ കിട്ടും. അപ്പോൾ അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 75. പിന്നെ അതിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, കണ്ടുപിടിക്കുക. കിട്ടി 4 മാർക്ക്. നിസ്സാരമല്ലേ? ഒരു ഇക്വേഷൻ പഠിച്ചാൽ കിട്ടും 4 മാർക്ക്. വാവ്! പണ്ടത്തെ റൂട്ട് എസ് ഒന്നും കാണാതെ പഠിക്കണ്ട, ഒരു ഇക്വേഷൻ മാത്രം കാണാതെ പഠിച്ചാൽ മതി, കിട്ടും 4 മാർക്ക്. അടുത്ത ഒരു വെറൈറ്റി ക്വസ്റ്റ്യനാണ് ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഞാനത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട ഒരു ക്വസ്റ്റ്യനായിരുന്നു. ഇത് കണ്ടോ, സോൾവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. x-2² - -2 അപ്പം നമുക്ക് ആദ്യമേ x-2² എക്സ്പാൻഡ് ചെയ്യണം. അപ്പം നമുക്കറിയാം a-b². ഓർമ്മയുണ്ടോ പണ്ട് ഇതൊക്കെ പഠിച്ചേ? a-b² എന്താണ്? a² - 2ab + b² അല്ലേ? അപ്പം അത് വെച്ചിട്ട് നമ്മൾ x-2² എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? x-2² എങ്ങനെ വരും? x² - 2 × 2, 2ab അല്ലേ, 2 × x × 2. അപ്പോൾ 4x + 2ൻ്റെ സ്ക്വയർ 4. ഓക്കെ, ഞാൻ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. അവിടെയും കൊണ്ടും തീർന്നില്ല, കളി ഇനിയുണ്ട്. അപ്പോൾ ഒരു ഭാഗം നമുക്ക് കിട്ടിയല്ലേ? ഇത് ഇവിടം വരെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. -x-2 - 2. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രാക്കറ്റിലേ കിടക്കുന്ന ഈ മൈനസ് കൊണ്ട് ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പം അതായത് മൈനസ് × +x, മൈനസും പ്ലസും കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴത്തേന് എന്താണ്? മൈനസ്. അപ്പം -x - -2, മൈനസും കൂടെ ചേരുമ്പം +2 ആവും. അതാണ് ഞാൻ ഇവിടെ +2 ഇട്ടേക്കുന്നത്. +2, പിന്നെ ഇവിടെ ഒരു -2 കൂടെ ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്താണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു -2 കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേരുമ്പോഴത്തേന് നമുക്ക് x² - 5x + 4 എന്ന് കിട്ടും. അപ്പം ഞാൻ അവിടെ എഴുതി കാണിക്കാതെ x² - 4x + 4 - x + 2 - 2. അപ്പോൾ ഇത് രണ്ടും കൂടെ +2, 2 - 2 അങ്ങനെ എന്തായിട്ട് വരും? 0 ആയിട്ട് മാറും. പിന്നെ -4x - x, അപ്പോൾ എന്താണ്? -5x + 4 എന്ന് കിട്ടും. ഇനി ഇതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇങ്ങനെ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാലും നമ്മൾ പതറരുത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി 2 ക്വസ്റ്റ്യൻസും കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ വിട്ടുപോയത്. അത് ഞാൻ കമൻറ്റ് ചെയ്യാം ആ ക്വസ്റ്റ്യൻ. അപ്പോൾ അതും ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻസറും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.